ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 2023 തന്നെ ഏറ്റവും മികച്ച ഫീൽ ഗുഡ് സിനിമകളിലൊന്നായ ഫാലിമി എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫാലിമി എന്ന സിനിമയുടെ റിവ്യൂ ചെയ്യാൻ എനിക്ക് അത്രത്തോളം അറിയില്ല, എന്നാലും ഞാൻ പരമാവധി ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബേസിൽ ജോസഫ്, ജഗദീഷ് എന്നിവർ ഒന്നിക്കുന്ന സിനിമയാണ് ഫാലിമി എന്ന സിനിമ. ഒരു മികച്ച ഫീൽ ഗുഡ് സിനിമയായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടതിൽ നിന്ന് തോന്നിയത്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ മാത്രം ഈ വീഡിയോ കാണുക, കാരണം ഇതൊരു സ്പോയിലറാകും. നിതീഷ് സഹദേവാണ് ഈ ഒരു സിനിമയിലെ ഡയറക്ടർ. ഫസ്റ്റ് ഹാഫ് ഫുള്ള് കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് ഫുള്ള് സീരീസും. ഇവരുടെ കുടുംബത്തിലെ ഒരു അപ്പൂപ്പനെ കാശി കാണാൻ പോകണം എന്നൊരു മോഹമുണ്ടാവുകയും തുടർന്ന് അവർ അതിൽ പോവാമെന്ന് തീരുമാനിക്കുകയും ഒടുവിൽ കാശിയിൽ എത്തിയപ്പോൾ അപ്പൂപ്പൻ മരിച്ചു എന്ന് തെറ്റിദ്ധരിക്കുകയും തുടർന്നുള്ള സംഭവമൊക്കെയാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഇതൊരു സാധാരണ കഥയാണ്. ഈ ഒരു സിനിമയുടെ ആദ്യ പകുതിയിൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ചിരിക്കാനുണ്ടാവുകയും എന്നാൽ രണ്ടാം പകുതി എത്തുമ്പോൾ ചിരി മാറി സീരിയസ് വിഷയങ്ങളിലേക്ക് സിനിമ മാറി വരികയാണ് നമുക്ക് തോന്നുക. എങ്കിൽ പോലും രണ്ടാം പകുതിയിലാണ് ഈ ഒരു സിനിമ ശരിക്കും ഉള്ളതെന്ന് എനിക്ക് തോന്നി. പിന്നെ ഈ ഒരു സിനിമയുടെ മെയിൻ പോസിറ്റീവ് പറയുകയാണെങ്കിൽ ഫുൾ ഫാമിലി നടക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ പേരിൻ്റെ ടൈറ്റിൽ തന്നെ അറിയാമല്ലോ, ഫാലിമി. ശരിക്കും ഒരു ഫാമിലി ബേസ്ഡ് മൂവിയാണ്. ഫാമിലിക്കുള്ളിലെ ആശയക്കുഴപ്പവും അച്ഛൻ മകൻ ബന്ധം ഉറപ്പില്ലാതാവുകയും അങ്ങനെ കുറേ കാര്യങ്ങൾ, ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ സംവിധായകൻ ഈ ഒരു സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ റേറ്റിംഗ് ഞാൻ കൊടുക്കുന്നത് 10ൽ 7.2 ആണ്. നിങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമ വേഗം കണ്ടോളൂ. ഈ ഒരു സിനിമ നിങ്ങളുടെ ബോറടിയൊക്കെ മാറ്റിത്തരുന്നതിൽ ഞാൻ ഗ്യാരണ്ടി തരുന്നു. നിങ്ങൾക്ക് ഈ ഒരു റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇങ്ങനത്തെ കുറേ സിനിമകളുടെ റിവ്യൂ ആയിട്ട് ഇനിയും വരും. സോ എൻ്റെ ആദ്യത്തെ റിവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഷോർട്സിൽ പോയാൽ കാണാൻ പറ്റും. 24 എന്ന സിനിമയുടെ റിവ്യൂ ഞാൻ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.